യൂട്ടോപ്യ 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഇംഗ്ലീഷ് ചിന്തകനും നയതന്ത്രജ്ഞനുമായിരുന്ന സർ തോമസ് മൂർ 1516-ൽ ലാറ്റിൻ ഭാഷയിൽ രചിച്ച സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയർ അഥവാ രാഷ്ട്രീയ തത്ത്വചിന്തയും സാമൂഹിക ആക്ഷേപഹാസ്യവും നിറഞ്ഞ ഒരു കൃതിയാണ് യൂട്ടോപ്യ. സാഹിത്യത്തിൽ യൂട്ടോപ്യൻ ഫിക്ഷൻ എന്ന പുതിയൊരു വിഭാഗത്തിന് ഈ പുസ്തകം തുടക്കം കുറിച്ചു. തോമസ് മോർ തന്നെയാണ് യൂട്ടോപ്യ എന്ന വാക്ക് ആദ്യമായി നിർമ്മിച്ചത്. നോ പ്ലേസ് അഥവാ ഒരു സ്ഥലവുമില്ലാത്തത് എന്നർത്ഥം വരുന്ന ഓടോപ്പസ്, നല്ലൊരു സ്ഥലം അഥവാ ഗുഡ് പ്ലേസ് എന്നർത്ഥം വരുന്ന യൂട്ടോപ്പസ്. ഓടോപ്പസ്, യൂട്ടോപ്പസ് ഗ്രീക്ക് ഭാഷയിലെ ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് യൂട്ടോപ്യ എന്ന പേര് രൂപപ്പെട്ടത്. ഒരേ സമയം നല്ല ഒരു സ്ഥലമെന്നും എന്നാൽ അങ്ങനെയൊരു സ്ഥലം ഭൂമിയിൽ ഇല്ല എന്നും അർത്ഥം വരുന്ന യൂട്ടോപ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഇത്രയും തികഞ്ഞ ഒരു ആദർശ സമൂഹം യഥാർത്ഥ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് എഴുത്തുകാരൻ വായനക്കാരോട് ചോദിക്കുന്നു. നമുക്കിനി എഴുത്തുകാരനെക്കുറിച്ചും ഈ കൃതി എഴുതാനുണ്ടായ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാം. 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സമൂഹം അഴിമതിയും കുതികാൽ വെട്ടുകളും കെട്ടുകഥകളും നിറഞ്ഞതായിരുന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സ്വന്തം ലാഭത്തിനായി ദരിദ്രരെ ചൂഷണം ചെയ്തു. ഇതിൽ മനം മടുത്താണ് തോമസ് മോർ തികച്ചും വ്യത്യസ്തമായ അധികാര ശ്രേണികൾ അഥവാ ഹൈറാർക്കീസ് ഇല്ലാത്ത ഒരു ലോകം കൃതിയിൽ സൃഷ്ടിച്ചത്. 1529-ൽ രാജാവായ ഹെൻറി 8-ാമന്റെ കീഴിൽ ഇംഗ്ലണ്ടിലെ ഉയർന്ന പദവിയായ ചാൻസലറായിരുന്നു തോമസ് മോർ. എന്നാൽ സെപ്പറേഷൻ ഫ്രം കാത്തലിക് ചർച്ച് അഥവാ കാത്തലിക് സഭയിൽ നിന്നും മാറി സ്വന്തമായി സഭയുണ്ടാക്കാനുള്ള രാജാവിന്റെ തീരുമാനത്തെ മോർ ശക്തമായി എതിർത്തു. രാജാവിന് പോപ്പിനേക്കാൾ അധികാരം നൽകുന്ന ഓത്ത് ഓഫ് സുപ്രീമസി ഒപ്പിടാൻ തോമസ് മോർ വിസമ്മതിച്ചു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ടവർ ഓഫ് ലണ്ടനിൽ തടവിലാക്കി. ഒടുവിൽ തലയറുത്തു വധിക്കാൻ രാജാവ് ഉത്തരവിട്ടു. വധമരത്തിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാചകം ഇതാണ്: ഐ ഡൈ ദ കിങ്സ് ഗുഡ് സെർവന്റ് ആൻഡ് ഗോഡ്സ് ഫസ്റ്റ്. ഞാൻ രാജാവിൻ്റെ നല്ല വേലക്കാരനാണ്, പക്ഷെ ദൈവത്തിനാണ് എൻ്റെ ആദ്യത്തെ മുൻഗണന. യൂട്ടോപ്യ എന്ന കൃതിയിൽ അദ്ദേഹം എതിർത്ത അതേ രാഷ്ട്രീയ വ്യവസ്ഥ തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തത്. ഇനി കൃതിയിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. തോമസ് മോർ. എഴുത്തുകാരൻ തൻ്റെ സ്വന്തം പേരിൽ തന്നെ സൃഷ്ടിച്ച ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് തോമസ് മോർ. പുസ്തകത്തിൽ ഇദ്ദേഹം പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നയതന്ത്രജ്ഞനാണ് അഥവാ പ്രാഗ്മാറ്റിക് ഡിപ്ലോമാറ്റ്. പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി എന്നാൽ കാര്യപ്രാപ്തിയോടെയുള്ള നയതന്ത്രം. ആദർശങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും അപ്പുറം നിലവിലുള്ള സാഹചര്യങ്ങളും പ്രായോഗികമായ യാഥാർത്ഥ്യങ്ങളും കണക്കിലെടുത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനോ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി. തത്വചിന്തയെ യഥാർത്ഥ ലോകവുമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ കഥാപാത്രം. റാഫേൽ ഹൈത്ലോഡെ. പോർച്ചുഗീസുകാരനായ താടിയുള്ള ഒരു വൃദ്ധസഞ്ചാരി. പ്രശസ്ത എക്സ്പ്ലോറർ അഥവാ പര്യവേഷകനായ അമേരിഗോ വെസ്പൂച്ചിയോടൊപ്പം യാത്ര ചെയ്ത് യൂട്ടോപ്യയിൽ 5 വർഷം ജീവിച്ചയാൾ. ഇവിടെ അമേരിഗോ വെസ്പൂച്ചി എന്നത് ഒരു ഫിക്ഷണൽ കഥാപാത്രമല്ല. ഫ്ലോറൻസ് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ഇറ്റാലിയൻ പരിവേഷകനായ അമേരിഗോ വെസ്പൂച്ചിയുടെ പേരാണ് അമേരിക്ക എന്ന രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയ പ്രദേശങ്ങൾ ഏഷ്യയുടെ ഭാഗമല്ല, മറിച്ച് തികച്ചും പുതിയൊരു ഭൂഖണ്ഡമാണെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് വെസ്പൂച്ചിയാണ്. ഇതേ വെസ്പൂച്ചിയോടൊപ്പം യാത്ര ചെയ്ത് യൂട്ടോപ്യയിൽ 5 വർഷം ജീവിച്ചയാളായിട്ടാണ് റാഫേൽ ഹൈത്ലോഡെ എന്ന കഥാപാത്രത്തെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. യൂറോപ്യൻ വ്യവസ്ഥയുടെ കടുത്ത വിമർശകനാണ് ഇദ്ദേഹം. ഹൈത്ലോഡെ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പെഡ്ലർ ഓഫ് നോൺസെൻസ്, അസംബന്ധം വിൽക്കുന്നവൻ. എന്നാൽ റാഫേൽ എന്ന പേര് ബൈബിളിലെ മാലാഖയെ ഓർമ്മിപ്പിക്കുന്നു. പീറ്റർ ഗൈൽസ്. യഥാർത്ഥ ജീവിതത്തിൽ തോമസ് മോറിന്റെ സുഹൃത്തും ആന്റ്വേർപ്പ് നഗരത്തിലെ ചീഫ് സെക്രട്ടറിയുമായിരുന്നു പീറ്റർ ഗൈൽസ്. നവോത്ഥാന മാനവികത അഥവാ
റിനൈസാൻസ് ഹ്യൂമനിസം എന്ന ചിന്താഗതിയുടെ പ്രതിനിധിയാണ് ഇദ്ദേഹം. മതപരമായ ചിന്തകളിൽ മാത്രം ഒതുങ്ങാതെ മനുഷ്യന്റെ കഴിവുകൾക്കും ചിന്താശേഷിക്കും പ്രാധാന്യം നൽകിയ ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് റിനൈസാൻസ് ഹ്യൂമനിസം. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലായിരുന്നു ഇതിന്റെ തുടക്കം. പുസ്തകത്തിൽ തോമസ് മോറിന് ഹൈത്തലോടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പീറ്റർ ഗൈൽസ് ആണ്. കാർഡിനൽ ജോൺ മോർട്ടൺ, കാന്റർബറിയിലെ ആർച്ച് ബിഷപ്പും ഇംഗ്ലണ്ടിന്റെ ലോർഡ് ചാൻസലറുമായിരുന്നു കാർഡിനൽ ജോൺ മോർട്ടൺ. യഥാർത്ഥ ജീവിതത്തിൽ തോമസ് മോർ തന്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന്റെ സഹായിയായി ജോലി ചെയ്തിട്ടുണ്ട്. പുസ്തകത്തിൽ വളരെ വിവേകശാലിയായും സഹിഷ്ണുതയുള്ളയാളായും ഇദ്ദേഹത്തെ കാണാം. കാർഡിനൽ മോർട്ടന്റെ മേശയ്ക്കരികിലിരുന്ന് ഇംഗ്ലണ്ടിലെ കഠിനമായ വധശിക്ഷകളെ പുകഴ്ത്തുന്ന ഒരു വക്കീലിനെയും പുസ്തകത്തിൽ കാണാം. അഹങ്കാരത്തിന്റെയും അന്ധമായ നിയമവ്യവസ്ഥയുടെയും പ്രതീകമാണ് ഈ വക്കീൽ. തമാശകൾ പറയുന്ന ഒരു ജോക്കർ കഥാപാത്രത്തെയും പുസ്തകത്തിൽ കാണാം. യാചകരെയും സന്യാസിമാരെയും കുറിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കോർട്ടിനുള്ളിലെ വിഡ്ഢിത്തങ്ങളെ കാണിക്കുന്നു. ഫ്രയർ, ലാറ്റിൻ വാക്കായ ഫ്രാറ്റർ, പുരാതന ഫ്രഞ്ച് പദമായ ഫ്രെറെ, ഈ 2 വാക്കുകളിൽ നിന്നും രൂപം കൊണ്ട പദമാണ് ഫ്രയർ. ബ്രദർ അഥവാ സഹോദരൻ എന്നാണ് ഫ്രാറ്റർ, ഫ്രെറെ എന്നീ വാക്കുകളുടെ അർത്ഥം. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നിവ പാലിക്കുമെന്ന് വ്രതമെടുക്കുന്ന റോമൻ കത്തോലിക്ക സഭയിലെ പുരുഷന്മാരുടെ ഒരു മതസമൂഹത്തിലെ അംഗത്തെയാണ് ഫ്രയർ എന്ന് പറയുന്നത്. പുസ്തകത്തിൽ ജോക്കറിന്റെ പരിഹാസത്തിൽ ദേഷ്യം പിടിച്ച് അയാളെ സഭയിൽ നിന്നും പുറത്താക്കും എന്ന് ഫ്രയർ അയാളെ ഭീഷണിപ്പെടുത്തുന്നതായി കാണാം. ജോക്കർ കഥാപാത്രത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ സന്യാസി എന്ന് പരാമർശിച്ചത് ഫ്രയറിനെയാണ്. യൂട്ടോപ്യയിലെ സ്നേഹബന്ധങ്ങൾക്ക് വിപരീതമായി യൂറോപ്പിലെ മതപരമായ അസഹിഷ്ണുതയെ ഫ്രയറിലൂടെ തോമസ് മോർ കാണിക്കുന്നു. യൂട്ടോപ്പസ് രാജാവ്, യൂട്ടോപ്യ ദ്വീപിന്റെ പുരാണ സ്ഥാപകൻ. യൂട്ടോപ്യൻ സമൂഹത്തിൽ പേരുള്ള ഒരേ ഒരു വ്യക്തി അഥവാ യൂട്ടോപ്യൻ പൗരൻ എന്ന നിലയിൽ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാണ്. യൂട്ടോപ്യ എന്ന പ്രദേശത്തെ യുദ്ധം ചെയ്ത് കീഴടക്കി പ്രധാന കരയിൽ നിന്നും വേർപെടുത്തി ഒരു ദ്വീപാക്കി മാറ്റിയതും അവിടുത്തെ നിയമങ്ങൾ നിർമ്മിച്ചതും ഇദ്ദേഹമാണ്. ഈ പറഞ്ഞ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾക്ക് യഥാർത്ഥ ചരിത്ര വ്യക്തികളുമായി ബന്ധമുണ്ടെങ്കിലും പുസ്തകത്തിൽ അവർ അവതരിപ്പിക്കപ്പെടുന്നത് അല്പം വ്യത്യസ്തമായാണ്. യൂട്ടോപ്യ എന്ന കൃതി ബുക്ക് 1, ബുക്ക് 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവിടെ രസകരമായ കാര്യമെന്തെന്നാൽ 1515 മോർ കൃതിയുടെ 2ാമത്തെ ഭാഗമായ ബുക്ക് 2 ആണ് ആദ്യമായി എഴുതിയത്. പിന്നീട് 1516 കൃതിയുടെ ആദ്യ ഭാഗമായ ബുക്ക് 1 എഴുതി ചേർത്തു. ഈ 2 ഭാഗങ്ങളുടെയും ചെറിയൊരു സാരാംശമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിമർശനവും സംവാദവും ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുക്ക് 1, ദ ക്രിറ്റിക്. ഹെൻറി 8ാമൻ രാജാവിന്റെ നയതന്ത്ര പ്രതിനിധിയായി ബെൽജിയത്തിലെ ആന്റ്വേർപ്പിൽ എത്തിയ തോമസ് മോർ പീറ്റർ ഗൈൽസ് വഴി റാഫേൽ ഹൈത്തലോടെ പരിചയപ്പെടുന്നു. അവർ തോമസ് മോറിന്റെ വീട്ടിലെ തോട്ടത്തിലിരുന്ന് രാഷ്ട്രീയം, തത്വചിന്ത എന്നിവയെക്കുറിച്ച് നടത്തുന്ന നീണ്ട സംവാദമാണ് 1ാം ഭാഗം. ഹൈത്തലോടെയുടെ അറിവ് കണ്ട് ഏതെങ്കിലും രാജാവിന്റെ ഉപദേശകനാകാൻ തോമസ് മോറും പീറ്റർ ഗൈൽസും അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഹൈത്തലോടെ ആ ആവശ്യത്തെ നിരസിക്കുന്നു. രാജാക്കന്മാർക്ക് എപ്പോഴും യുദ്ധം ചെയ്യാനും രാജ്യം പിടിച്ചടക്കാനും മാത്രമാണ് താൽപ്പര്യം. അവർക്ക് നല്ല ഉപദേശങ്ങൾ ഇഷ്ടമാകണമെന്നില്ല. മാത്രമല്ല, കൂടെയുള്ള ചില ഉപദേശകർ രാജാവിനെ സുഖിപ്പിച്ചു ജീവിക്കുന്ന ചതിയന്മാരായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്റെ ഈ അഭിപ്രായത്തിനുള്ള തെളിവായി ഹൈത്തലോടെ പണ്ട് ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്ന കാർഡിനൽ മോർട്ടന്റെ വീട്ടിലെ ഒരു വിരുന്നിനെക്കുറിച്ച് ഓർത്തെടുക്കുകയും അവിടെ വെച്ചുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. വിരുന്നിന് പങ്കെടുത്ത ഒരു വക്കീൽ ഇംഗ്ലണ്ടിലെ കള്ളന്മാരെ ക്രൂരമായി തൂക്കിക്കൊല്ലുന്ന നിയമത്തെ പുകഴ്ത്തി സംസാരിച്ചു. അപ്പോൾ ചെറിയ മോഷണങ്ങൾക്ക് പോലും വധശിക്ഷ നൽകുന്ന ഇംഗ്ലീഷ് നിയമം തെറ്റാണെന്ന് ഹൈത്തലോടെ വാദിച്ചു. കുറ്റവാളികളെ കൊല്ലുകയല്ല, അവരെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്ന ദാരിദ്ര്യവും ഭൂപ്രഭുക്കളുടെ അത്യാഗ്രഹവും ഇല്ലാതാക്കുകയാണ് വേണ്ടത്.
അദ്ദേഹത്തിന്റെ ഈ വാദത്തെ എല്ലാവരും എതിർത്തു. പക്ഷേ കാർഡിനൽ ഹൈത്തലോഡയുടെ ആശയത്തെ പിന്തുണച്ചു. കവർച്ചയ്ക്ക് വധശിക്ഷ നൽകുന്നത് അന്യായമാണെന്നും മോഷണം ഇല്ലാതാക്കാൻ കള്ളന്മാരെ കൊല്ലുകയല്ല, മറിച്ച് അവരെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്ന സാമൂഹിക സാഹചര്യം മാറ്റുകയാണ് വേണ്ടതെന്ന് പുസ്തകത്തിൽ ഹൈത്തലോഡയിലൂടെ മോർ സ്ഥാപിക്കുന്നു. ഇവിടെ തന്റെ സാമൂഹിക വിമർശനത്തെ ഹൈത്തലോഡയിലൂടെ തോമസ് മോർ വരച്ചുകാട്ടുന്നു. പണക്കാരായ ഭൂമി ഉടമകൾ പാവപ്പെട്ട കർഷകരുടെ കൃഷിഭൂമികൾ കയ്യേറി വേലികെട്ടി തിരിച്ച് കമ്പിളി വ്യവസായത്തിന്റെ പേരിൽ ആടുകളെ വളർത്താൻ തുടങ്ങി. ഇതോടെ പാവപ്പെട്ടവർ തെരുവിലേക്ക് തള്ളപ്പെടുന്നു. അവർ ഭവനരഹിതരും അതീവ ദരിദ്രരുമായി മാറി. പാവപ്പെട്ടവരുടെ ഈ ജീവിത സാഹചര്യമാണ് അവരെ കള്ളന്മാരാക്കുന്നത്, മോഷണത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ധനികരായ ഭൂമി ഉടമകളുടെ അഹങ്കാരവും അത്യാഗ്രഹവും ദരിദ്രരെ ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ മോർ ശക്തമായി എതിർക്കുന്നു. ആടുകൾ മനുഷ്യരെ തിന്നുന്നു എന്നാണ് ഈ പ്രവണതയെ തോമസ് മോർ വിശേഷിപ്പിച്ചത്. കവർച്ചയ്ക്ക് വധശിക്ഷ അന്യായമാണെന്ന് പറയുക മാത്രമല്ല, അതിനൊരു പരിഹാരം കൂടെ ഹൈത്തലോഡെ മുന്നോട്ട് വെച്ചു. വധശിക്ഷയ്ക്ക് പകരം കുറ്റവാളികളെ പബ്ലിക് വർക്ക്സ് അഥവാ പൊതുമരാമത്ത് പണികൾക്കായി അടിമകളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറയുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടി അഥവാ സ്വകാര്യ സ്വത്തും പണവും നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു രാജ്യത്തും നീതിപൂർവമായ ഭരണം സാധ്യമല്ലെന്ന് ഹൈത്തലോഡെ ഉറപ്പിച്ചു പറയുന്നു. ഇതോടെ ഒന്നാം ഭാഗം അവസാനിക്കുന്നു. ആദർശ ദ്വീപായ യൂട്ടോപ്യയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്തിലുള്ളത്. ബുക്ക് 2 ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് യൂട്ടോപ്യ. ഉച്ചഭക്ഷണത്തിനു ശേഷം മൂവരും വീണ്ടും ഒത്തുകൂടുന്നു. തുടർന്ന് തന്റെ യാത്രകൾക്കിടയിൽ കണ്ടുമുട്ടിയ 5 വർഷത്തോളം കാലം താൻ ജീവിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ഭരിക്കപ്പെടുന്ന യൂട്ടോപ്യ എന്ന ദ്വീപിനെക്കുറിച്ച് റാഫേൽ ഹൈത്തലോഡെ വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ യൂട്ടോപ്യ എന്നൊരു സ്ഥലമോ ദ്വീപോ ഇല്ല. അത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന തോമസ് മോർ രൂപപ്പെടുത്തിയെടുത്ത ഒരു ഇമാജിനറി അഥവാ കാൽപ്പനിക ദ്വീപ് മാത്രമാണ്. യൂട്ടോപ്യയെക്കുറിച്ച് ഹൈത്തലോഡെ വിവരിക്കാൻ തുടങ്ങി. ക്രസന്റ് ഷേപ്ഡ് അഥവാ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു ദ്വീപാണത്. ഈ ദ്വീപിന്റെ സ്ഥാപകനായ യൂട്ടോപ്പസ് രാജാവാണ് ഈ പ്രദേശത്തെ പ്രധാന കരയിൽ നിന്നും വെട്ടിമാറ്റി ഒരു ദ്വീപാക്കി മാറ്റിയത്. ഈ ദ്വീപിൽ 54 നഗരങ്ങളുണ്ട്. ഷയർസ് എന്ന പേരിലാണ് ആ നഗരങ്ങൾ അറിയപ്പെടുന്നത്. 54 നഗരങ്ങൾക്കും ഒരേ ഘടനയാണ്. ഇവയിൽ അമൗറോട്ട് എന്ന നഗരമാണ് യൂട്ടോപ്യയുടെ തലസ്ഥാനം. ഇവിടെ സ്വകാര്യ സ്വത്തോ പണമോ ഇല്ല. അതായത് യൂട്ടോപ്യയിൽ ആർക്കും സ്വന്തമായി വീടോ ഭൂമിയോ പണമോ ഇല്ല. എല്ലാം പൊതുസ്വത്താണ്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ പൊതു വെയർഹൌസുകളിൽ നിന്ന് ആളുകൾ സൗജന്യമായി വാങ്ങുന്നു. ആവശ്യാനുസരണം മാത്രമേ സാധനങ്ങൾ വിതരണം ചെയ്യുകയുള്ളൂ. ഇത് ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കുന്നു. ദാരിദ്ര്യത്തിനു പുറമെ അവിടെ വർഗവ്യത്യാസങ്ങളുമില്ല. ഇവിടെ സമൂഹം വലിയ കുടുംബങ്ങളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിൽ തന്നെ 16 പേര് കവിയാതെ കുറഞ്ഞത് 10 പേരെങ്കിലും ഉണ്ടാകും. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പൗരന്മാരും കൃഷി പഠിച്ചിരിക്കണം. കൂടാതെ ഒരു പ്രത്യേക തൊഴിലും അറിഞ്ഞിരിക്കണം. യൂട്ടോപ്യയിൽ ആഡംബരങ്ങൾ നിരോധിച്ചിരിക്കുന്നതിനാലും എല്ലാവരും ജോലി ചെയ്യുന്നതിനാലും പ്രതിദിന ജോലി സമയം 6 മണിക്കൂർ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിയുള്ള സമയം കല, സംഗീതം, പ്രഭാഷണങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നു. അസാധാരണ പ്രതിഭയുള്ളവരെ മാത്രം പഠനത്തിനായി ജോലിയിൽ നിന്നും ഒഴിവാക്കും. യൂട്ടോപ്യക്കാർ സ്വർണത്തെയും വെള്ളിയെയും വെറുക്കുന്നു. സ്വർണം കൊണ്ട് അവർ അടിമകളുടെ ചങ്ങലകളും ചേംബർ പോട്ടുകളും ഉണ്ടാക്കുന്നു. ഹാൻഡിൽ അഥവാ ഒരു പിടിയുള്ള കൊണ്ടു നടക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു തരം പാത്രമാണ് ചേംബർ പോട്ട്. കിടപ്പ് മുറികളിലെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം പാത്രങ്ങൾ രാത്രികാലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായാണ് ഉപയോഗിക്കുന്നത്. വിലപിടിപ്പുള്ള രത്നങ്ങൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളാണ്. മുതിർന്ന പുരുഷന്മാർ നയിക്കുന്ന വലിയ കുടുംബ വ്യവസ്ഥയാണ് യൂട്ടോപ്യക്കാർ പിന്തുടരുന്നത്. 30 കുടുംബങ്ങൾ ചേർന്ന് ഒരു മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കുന്നു. ഫൈലാക്ക് എന്നാണ് മജിസ്ട്രേറ്റിനെ പറയുന്ന പേര്. ഫൈലാക്കിന് മുകളിൽ ആർച്ച് ഫൈലാക്ക്, അവരുടെ മുകളിൽ പ്രിൻസ് എന്ന ഭരണാധികാരിയും ഉണ്ടാകും. രഹസ്യമായ കൂടിയാലോചനകൾ നടത്തി
ഡിക്റ്റേറ്റർഷിപ്പ് അഥവാ സ്വേച്ഛാധിപത്യം വരുന്നത് തടയാൻ ഇവിടെ കഠിനമായ നിയമങ്ങളുണ്ട്. കൂടാതെ ഇവിടെ വക്കീലന്മാർക്കും വിലക്കുണ്ട്, കാരണം അവർ നിയമത്തെ വളച്ചൊടിക്കുന്നു. ഇവിടെ ചികിത്സ തികച്ചും സൗജന്യമാണ്. വലിയ ആശുപത്രികൾ എല്ലാ നഗരങ്ങളിലുമുണ്ട്. എല്ലാവരും ഒന്നിച്ച് പൊതു ഹാളിലാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രായമായവർക്കും രോഗികൾക്കും പ്രത്യേക പരിചരണം നൽകുന്നു. മാറാരോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് കർശനമായ മേൽനോട്ടത്തിൽ വോളണ്ടറി യൂത്തനേഷ്യ അഥവാ സ്വമേധയാ ഉള്ള ദയാവധം നിയമപരമായി അനുവദിച്ചു കൊടുക്കുന്നു. പുരുഷന്മാർക്ക് 22 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സും തികഞ്ഞാലേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അഡൾട്ടറി അഥവാ വ്യഭിചാരം കഠിനമായ കുറ്റമാണ്. ഈ കുറ്റം ആദ്യമായി ചെയ്യുന്നവർക്ക് അടിമത്തവും രണ്ടാം തവണ വീണ്ടും ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷയുമാണ് വിധി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിവാഹമോചനവും അനുവദനീയമാണ്. ഇവിടെ നിയമങ്ങൾ വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങൾ വളച്ചൊടിക്കാൻ സാധ്യതയുള്ളതിനാലും ജനങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുള്ളതിനാലും വക്കീലന്മാരെ അവിടെ നിരോധിച്ചിരിക്കുന്നു. യൂട്ടോപ്യക്കാർ സമാധാനപ്രിയരാണ്. അവർ യുദ്ധത്തെ വെറുക്കുന്നു. എന്നാൽ യുദ്ധം ആവശ്യമായി വന്നാൽ അവർ സ്വന്തം പൗരന്മാരുടെ ചോര ചീന്താതിരിക്കാൻ മെർസനറീസ് അഥവാ വിദേശ കൂലിപ്പട്ടാളക്കാരെ പണം കൊടുത്തു വാങ്ങി യുദ്ധം ചെയ്യിക്കും. ശത്രുക്കളെ പരസ്പരം കൊലപ്പെടുത്താൻ ചതിപ്രയോഗങ്ങൾ നടത്തി യുദ്ധം ജയിക്കാനും അവർ മടിക്കില്ല. യൂട്ടോപ്യയിൽ മതപരമായ സഹിഷ്ണുത വളരെ കൂടുതലാണ്. അതായത് ഇവിടെ പൂർണ്ണമായ മതസ്വാതന്ത്ര്യമുണ്ട്. ഔദ്യോഗികമായ ഒരു മതമില്ല. ജനങ്ങൾക്ക് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ മഹാന്മാരെയോ പൂർവികരെയോ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചിലർ ക്രിസ്തു മതത്തെ വിശ്വസിക്കുന്നതായും പുസ്തകത്തിൽ പരാമർശിക്കുന്നു. എന്നാൽ നാസ്തികത അഥവാ ഏത്തിസം, ദൈവമില്ല എന്ന വിശ്വാസം ഇവിടെ പ്രോത്സാഹിപ്പിക്കില്ല. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരെ പൊതുപദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കാരണം മരണാനന്തര ജീവിതത്തെ ഭയമില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിലെ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും യൂട്ടോപ്യക്കാർ വിശ്വസിക്കുന്നു. അധികാരികളുടെ അനുമതിയോടൊപ്പം പുരോഹിതരുടെ അനുമതി കൂടി തേടിയാണ് ദയാവധം തിരഞ്ഞെടുക്കുന്നത്. ഒരു മികച്ച ആദർശ ലോകമായി യൂട്ടോപ്യ അവതരിപ്പിക്കപ്പെടുമ്പോഴും തോമസ് മോർ പുസ്തകത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ അഥവാ ചില പോരായ്മകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂട്ടോപ്യ ഒരു വർഗരഹിത സമൂഹമാണെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ അടിമകളുണ്ട്. യൂട്ടോപ്യയിലെ കഠിനമായ ജോലികളും അവിടെ മൃഗങ്ങളെ കൊല്ലുക പോലെയുള്ള മോശമായ ജോലികളും ചെയ്യുന്നത് അടിമകളാണ്. വ്യഭിചാരം പോലെയുള്ള കഠിനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പൗരന്മാരെയും വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെയുമാണ് അവർ അടിമകളാക്കി പണിയെടുപ്പിക്കുന്നത്. ഒരു യഥാർത്ഥ ആദർശ ലോകത്ത് അടിമത്തമുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇതുകൂടാതെ വ്യക്തിപരമായ സ്വകാര്യത അവിടെ വളരെ കുറവാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അഥവാ ഫൈലാക്സ് പൗരന്മാരെ എപ്പോഴും നിരീക്ഷിക്കുന്നു. ഔദ്യോഗിക സമിതിക്ക് പുറത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എല്ലാവരും ഒരേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വ്യക്തികളുടെ സ്വകാര്യതയെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ്. ഇവയെ യൂട്ടോപ്യ എന്ന ആദർശ ലോകത്തിന്റെ ആ പുസ്തകത്തിന്റെ പോരായ്മകളായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി കൃതിയിലെ ചില പ്രധാനപ്പെട്ട സിംബൽസ് അഥവാ പ്രതീകങ്ങളെക്കുറിച്ച് നോക്കാം. പുസ്തകത്തിൽ പൂന്തോട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യന്റെ അധ്വാനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഹൈത്ലോഡെ തന്റെ കഥകൾ മുഴുവൻ പറയുന്നത് ആന്റ്വേർപ്പിലെ മോറിന്റെ പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ്. ആ പൂന്തോട്ടം സ്വതന്ത്ര ചിന്തയുടെ ഒരു പറുദീസയായി മാറുന്നു. അഴിമതി നിറഞ്ഞ ലോകത്തിൽ നിന്നുള്ള ശാരീരികവും ആത്മീയവുമായ ഒറ്റപ്പെടലിനെ ദ്വീപ് സൂചിപ്പിക്കുന്നു. യൂട്ടോപ്പസ് രാജാവ് 15 മൈൽ വീതമുള്ള ഒരു കനാൽ നിർമ്മിച്ച് ഈ പ്രദേശത്തെ പ്രധാന ഭൂമിയിൽ നിന്നും ബോധപൂർവം വേർപെടുത്തിയെടുത്തതാണ്. പുസ്തകത്തിലെ മറ്റൊരു പ്രതീകമാണ് സ്വർണം. യൂറോപ്യൻ ജനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ആർത്തിയുടെയും അഴിമതിയുടെയും പരമമായ പ്രതീകമാണ് സ്വർണം. മറ്റൊരിടത്ത് യൂട്ടോപ്യക്കാർ ബോധപൂർവം സ്വർണം ഉപയോഗിച്ച് അടിമകളുടെ ചങ്ങലകളും ചേംബർ പോട്ടുകളും കുട്ടികളുടെ കളിക്കോപ്പുകളും നിർമ്മിക്കുന്നു. സ്വർണത്തെ കുറ്റകൃത്യങ്ങളോടും മാലിന്യത്തോടും ബന്ധിപ്പിക്കുന്നതിലൂടെ പണത്തോടുള്ള ആർത്തി അവർ കുട്ടിക്കാലം മുതലേ ഇല്ലാതാക്കുന്നു.
പുസ്തകത്തിന്റെ അവസാനം കഥാപാത്രമായ തോമസ് മോർ യൂട്ടോപ്യയിലെ നിയമങ്ങൾ പലതും അസംബന്ധമാണെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും തന്റെ ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ നന്മയ്ക്കായി പോരാടിയ വ്യക്തിയാണ് യഥാർത്ഥ തോമസ് മോർ. അതിനാൽ യൂറോപ്പിന്റെ സ്വന്തം അഴിമതികളെ തുറന്നുകാട്ടാനുള്ള ഒരു കണ്ണാടിയായാണ് തോമസ് മോർ യൂട്ടോപ്യ എന്ന ഈ പുസ്തകം രചിച്ചത്. തോമസ് മോറിന്റെ യൂട്ടോപ്യ ഒരു സാങ്കല്പിക ദ്വീപാണെങ്കിലും യഥാർത്ഥ ലോകത്തിൽ സമത്വവും കൂട്ടായ ജീവിതവും പരീക്ഷിക്കാൻ ഇത് പലർക്കും പ്രചോദനമായി. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഓറോവിൽ. 1968 സ്ഥാപിതമായ ഈ അന്താരാഷ്ട്ര നഗരത്തിൽ പണമോ സർക്കാരോ സ്വകാര്യ സ്വത്തോ ഇല്ല. ഇവിടുത്തെ 3000-ഓളം വരുന്ന താമസക്കാർ സുസ്ഥിരമായ കൃഷിയിലൂടെയും സൗജന്യ വിദ്യാഭ്യാസത്തിലൂടെയും സൗജന്യ ചികിത്സയിലൂടെയുമാണ് ജീവിക്കുന്നത്. തോമസ് മോർ 500 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട മനുഷ്യ സാഹോദര്യത്തിന്റെ സ്വപ്നം ഇന്നും ഇവിടെ ജീവിക്കുന്നു. യഥാർത്ഥ ലോകത്തെ പുസ്തകം സ്വാധീനിച്ചതിന്റെ ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ്. സ്വകാര്യ സ്വത്തിന്റെ നിരോധനവും പൊതു ഉടമസ്ഥതയും പ്രഖ്യാപിച്ചതിനാൽ കാൾ മാക്സ് ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് ചിന്തകർ ഈ പുസ്തകത്തെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ ആദ്യകാല പ്രചോദനമായി കാണുന്നു. തോമസ് മോറിന്റെ യൂട്ടോപ്യ എന്നത് ഒരു മികച്ച ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാധാരണ ഗൈഡ് ബുക്കല്ല. അത് വളരെ സങ്കീർണമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പരിഹാസമാണ്. നിലവിലില്ലാത്ത ഒരു ആദർശ ലോകത്തെ കാണിച്ചുകൊണ്ട് തന്റെ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ആർത്തിയെയും വ്യവസ്ഥാപിതമായ അനീതികളെയും രാഷ്ട്രീയ അഴിമതികളെയും കഠിനമായി വിമർശിക്കുകയാണ് മോർ ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഇംഗ്ലീഷ് സാരാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.